മൈൻഡ് മെഷീൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു പുതിയ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. രോഗങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യ ബോധന പരിപാടി ആണ് ലക്ഷ്യമിടുന്നത്. ഈ ആരോഗ്യ ബോധന പരിപാടി രണ്ടു മഹത് വ്യക്തികൾക്ക് മുന്നിൽ സവിനയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമതായി, മോഡേൺ മെഡിസിനെ പ്രതിനിധീകരിക്കാൻ സർവ്വതാ യോഗ്യനായ പത്മവിഭൂഷൺ ഡോക്ടർ പ്രൊഫസർ B.M. ഹെഗ്ഡെ. രണ്ടാമതായി, ഉത്തമ ആയുർവേദ ചികിത്സകനും അത്യപൂർവ പ്രതിഭാശാലിയും വലിയ മനുഷ്യസ്നേഹിയുമായിരുന്ന സ്വാമി നിർമ്മലാനന്ദഗിരി. സ്വാമിജി ഇന്ന് നമ്മോടൊപ്പം ഇല്ല. സ്വാമിജിയുടെ ഓർമ്മയ്ക്കു മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആകസ്മികമായി ഒരാൾ ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടാൽ എന്തു ചെയ്യും? ഉത്തരം: അയാൾ ഒന്നും ചെയ്യേണ്ടതില്ല. എല്ലാം കടുവ ചെയ്തുകൊള്ളും. ഇത് ഒരു പഴയ തമാശയാണ്. ഈ തമാശ കേട്ട് ഇന്ന് ആരും ചിരിക്കാറില്ല. എങ്കിലും ഇവിടെ കാര്യം അത്ര നിസ്സാരമല്ല. പ്രശ്നം സ്വൽപ്പം ഗുരുതരവുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കാണുക. അത്തരം ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടാൽ ഏതൊരാളുടെയും പെട്ടെന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്ന് ആലോചിക്കുക. എങ്ങനെയാണ് ആ പ്രതികരണത്തിന് അയാളുടെ ശരീരം സ്വയം തയ്യാറെടുക്കുക എന്നുകൂടി പരിശോധിക്കാം. കടുവയുടെ ദൃശ്യം തലച്ചോറിൽ എത്തുന്ന നിമിഷത്തിൽ തന്നെ മിന്നൽ വേഗത്തിൽ തലച്ചോർ ഒരു നിർദ്ദേശം അഡ്രിനാൽ ഗ്രന്ഥിക്ക് കൈമാറുന്നു. ആ ഗ്രന്ഥി ആ നിമിഷം തന്നെ അഡ്രിനാലിൻ എന്ന ഹോർമോൺ ഹൃദയത്തിന് കൈമാറുന്നു. അഡ്രിനാലിൻ ഹൃദയതാളത്തെ കൂടുതൽ വേഗത്തിലാക്കുന്നു. ഹൃദയം അതോടെ രക്തം പമ്പ് ചെയ്യുന്നതിന്റെ ശക്തിയും വേഗതയും ഉയർത്തുന്നു. കടുവയുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ രക്തസമ്മർദ്ദം ഉയരുന്നു. അയാളുടെ കാലുകളെ പ്രവർത്തിപ്പിക്കുന്ന മസിലുകളിലേക്ക് ശക്തിയുടെ രാസത്വരകങ്ങളായ ഗ്ലൂക്കോസും ഓക്സിജനും അതിവേഗം പാഞ്ഞെത്തുന്നു. അതുവരെയും നടന്നു ക്ഷീണിതനായിരുന്ന ആ മനുഷ്യൻ, തീരെ അവശനായിരുന്ന ആ മനുഷ്യൻ ഒരു സെക്കൻഡിന്റെ 1000-ലൊരംശം സമയം കൊണ്ട് ഗംഭീരനായ ഒരു അത്ലറ്റിക് ചാമ്പ്യനായി മാറുന്നു. അയാളുടെ ഓട്ടം കണ്ട് ആ കടുവ പോലും അമ്പരന്നു പോകുന്നു. ഏതൊരു ഉയർന്ന മതിലും അയാൾക്കിപ്പോൾ അനായാസമായി ചാടിക്കടക്കാൻ കഴിയുന്നു. കാരണം അഡ്രിനാലിൻ. എത്ര ഉയരത്തിൽ നിന്നായാൽ പോലും താഴേക്കു ചാടാൻ അയാൾക്കിപ്പോൾ തെല്ലും ഭയമില്ല. കാരണം അഡ്രിനാലിൻ. പ്രതിബന്ധങ്ങൾ അയാൾക്കിപ്പോൾ ഒരു പ്രശ്നമേയല്ല. ഓട്ടം, അതിഗംഭീര ഓട്ടം. അയാളെ ഇത്രയും വേഗത്തിൽ ഓടിക്കുന്നത് അഡ്രിനാലിൻ. ഈ ഘട്ടത്തിൽ ഏതൊരു ഒളിമ്പ്യനും അയാളോട് തോൽവി സമ്മതിക്കേണ്ടതായി വരും. നോക്കൂ, നിമിഷനേരം കൊണ്ട് അയാൾ ആ അപകടഘട്ടത്തെ അതിജീവിച്ചു കഴിഞ്ഞു. ആ കടുവ ഇളിഭ്യനായി നാണം കെട്ട് ഒരിടത്ത് ഒളിച്ചിരുന്നു. എന്നാൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന അയാൾ ആലോചിച്ചു, തനിക്ക് ഇതെങ്ങനെ സാധ്യമായി? എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അയാൾക്കു പോലും തീരെ നിശ്ചയമില്ല. ഇയാളുടെ അവസ്ഥയും സാഹചര്യവും നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇന്ന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത മനുഷ്യരിലും രക്തസമ്മർദ്ദം ഉയർന്നു കാണാറുണ്ട്. അതിനു കാരണം മറ്റൊന്നുമല്ല, മുൻപ് കണ്ട അതേ കടുവ തന്നെയാണ് കാരണം. ആ കടുവ ഇന്ന് മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. വീട്ടിനുള്ളിൽ ഭർത്താവിന്റെ രൂപത്തിലോ ചിലയിടങ്ങളിൽ ഭാര്യയുടെ രൂപത്തിലോ ആ കടുവയെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഭാര്യയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ ശരീരത്തിൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഞൊടിയിടയിൽ രക്തസമ്മർദ്ദം ഉയരും. ഓഫീസിൽ എത്തിയാലോ അവിടെയും എത്തുകയായി അതേ കടുവ ബോസിന്റെ രൂപത്തിൽ. ഇങ്ങനെ നാട്ടിലെങ്ങും പല രൂപത്തിൽ കടുവകൾ വിലസുന്നു. എവിടെ നോക്കിയാലും പ്രഷർ രോഗികൾ. കാരണം കടുവകൾ. പിന്നാലെ അഡ്രിനാലിൻ. ഈ ഹോർമോൺ ആണ് നമ്മുടെ ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്നത്. രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരണമെങ്കിൽ ശക്തിയായ മർദ്ദം പ്രയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ എല്ലാ സെല്ലുകളിലും രക്തം എത്തുകയുള്ളൂ. ഇങ്ങനെ സഞ്ചരിക്കുന്ന രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം അഥവാ BP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. രക്തസമ്മർദ്ദം കൂടുമ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ എന്നും കുറയുമ്പോൾ ലോ ബ്ലഡ് പ്രഷർ എന്നും പറയുന്നു.
ഇവ രണ്ടും പലതരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഒരാൾക്കുണ്ടാവുന്ന നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഹൃദയം വികസിക്കുമ്പോൾ സിസ്റ്റോളിക് 120 ഹൃദയം സങ്കോചിക്കുമ്പോൾ ഡയസ്റ്റോളിക് 80 ആയി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. മർദ്ദത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. എന്നാൽ വളരെ വലിയ വ്യതിയാനങ്ങൾ കാണുന്നുവെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. ചികിത്സ എന്ന് പറയുമ്പോൾ ഓടിപ്പോയി ഗുളിക വാങ്ങിക്കഴിക്കുന്ന ചികിത്സ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിന്റെ രക്തസമ്മർദ്ദം കൂടുകയോ കുറയുകയോ ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ശരിയായ കാരണം കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ചികിത്സയാണ് വേണ്ടത്. മുൻപ് കണ്ട കടുവാപ്പേടി ഒഴിവാക്കി നിർത്തിയാൽ മറ്റു ചില കാരണങ്ങളിലേക്ക് കൂടി പോയി നോക്കാം. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഏതെങ്കിലും ഒരു അവയവത്തിലോ രോഗം പിടിപെടുമ്പോൾ ആ അവയവങ്ങളിൽ നിന്നുള്ള സന്ദേശം തലച്ചോറിൽ എത്തിച്ചേരും. ആ ഭാഗത്തെ ബാധിച്ചിരിക്കുന്ന രോഗത്തെ മാറ്റണമെങ്കിൽ പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരം കൂടുതൽ പോഷകങ്ങളും കൂടുതൽ ഓക്സിജനും ആ ഭാഗത്തേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനായി ഉടൻ തന്നെ കൂടുതൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കാൻ തലച്ചോറിൽ നിന്നും നിർദ്ദേശം പോകുന്നു. തുടർന്ന് ഹൃദയം ആ ഭാഗത്തേക്ക് കൂടുതൽ ശക്തിയായി രക്തം പമ്പു ചെയ്യാൻ തുടങ്ങും. ഇത് ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. അയാളുടെ ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്തോ ഒരു തകരാർ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം അപ്പോൾ മനസ്സിലാക്കാൻ. അത് പരിഹരിക്കാനായി ഹൃദയം അതിന്റെ ജോലി ഭംഗിയായി നിർവഹിക്കുന്നതായും മനസ്സിലാക്കണം. എന്നാൽ ഈ സമയത്ത് ഹാർട്ട് ബീറ്റ് കുറക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്ന പക്ഷം ഏത് അവയവത്തിന്റെ രോഗം മാറ്റാനാണോ ഹൃദയം കഠിനമായി പരിശ്രമിക്കുന്നത് ആ അവയവം കൂടുതൽ രോഗഗ്രസ്തമാകാൻ തുടങ്ങും. ഹൃദയത്തിന്റെ സ്പന്ദനത്തെ നിയന്ത്രിക്കുന്നത് അഡ്രിനാലിൻ ആണെന്ന് നാം കണ്ടുകഴിഞ്ഞു. BP മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ ഹോർമോണിന്റെ ഉൽപാദനം തടയപ്പെടുകയോ കുറയുകയോ ആണ് ചെയ്യുക. അങ്ങനെ ഹൃദയമിടിപ്പ് കുറയും. തദ്വാര രക്തസമ്മർദ്ദവും കുറയും. ഈ മരുന്നുകൾ തുടർച്ചയായി കഴിക്കുന്നതിലൂടെ ഹൃദയത്തിന്റെ ശക്തിയും ശേഷിയും ക്രമേണ കുറയുന്നു. ഹൃദയത്തിന്റെ ശേഷി കുറയുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളിലേക്ക് രക്തം എത്തിക്കാനുള്ള അതിന്റെ ശേഷി കുറയുന്നു എന്ന് മനസ്സിലാക്കണം. BP മരുന്നു കഴിക്കുന്നവരുടെ ഉദ്ധാരണശേഷി കുറയുന്നത് ഇക്കാരണത്താലാണ്. വയർ, പ്ലീഹ, പാൻക്രിയാസ് തുടങ്ങിയ ഓരോ അവയവങ്ങളും ക്രമേണ നാശത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഓരോ രോഗങ്ങൾക്കും വേറെ വേറെ ഗുളികകൾ കഴിക്കാൻ രോഗി നിർബന്ധിതനാകുന്നു. മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയ പാശ്ചാത്യ വൈദ്യശാസ്ത്രം ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ നടത്താൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. ആശ്വാസകരം എന്നേ പറയേണ്ടു. അവസാനം അവർ ഒരു കൊച്ചുകാര്യം കണ്ടെത്തി. ബീറ്റ്റൂട്ടിന് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുമത്രേ. സംഗതി സത്യമാണ്. ഇവിടെ പ്രകൃതി ചികിത്സകൾ എത്രയോ കാലമായി ചികിത്സക്കായി ബീറ്റ്റൂട്ട് ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ലണ്ടനിൽ ഗവേഷകർക്ക് ഈ സത്യം ബോധ്യപ്പെട്ടത് അടുത്ത കാലത്ത് മാത്രമാണ്. ആധുനിക വൈദ്യശാസ്ത്രം പറഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ടതില്ല. അതിരാവിലെ വെറും വയറ്റിൽ നമുക്കും കഴിച്ചു തുടങ്ങാം ഓരോ ഗ്ലാസ് ബീറ്റ്റൂട്ട് ജ്യൂസ്. Thank you for watching. Stay tuned for the next episode. Goodbye.